വെൽക്കം ടു ലേണിനോ. ഈ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മൾ സർഫസ് കെമിസ്ട്രി ചാപ്റ്ററിലെ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് എന്താണ് കാറ്റലിസിസ് പ്രോസസ് നോക്കാം. ഓക്കെ, ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ആക്സിലറേറ്റ് ചെയ്യിക്കുന്ന സബ്സ്റ്റൻസ്, ആ സബ്സ്റ്റൻസിനാണ് നമ്മൾ കോമൺലി ഒരു കാറ്റലിസ്റ്റ് എന്ന് റെഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അത് കെമിക്കലി ആൻഡ് ഓൾസോ അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ്ലി അൺചേഞ്ച്ഡ് ആയിട്ടായിരിക്കും ആ ഒരു റിയാക്ഷൻ കഴിഞ്ഞാലും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് ആ ഒരു കാറ്റലിസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്, ആ ഒരു ക്വാണ്ടിറ്റി തന്നെയായിരിക്കും ആ ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ആ ഫിനോമിനനെ അല്ലെങ്കിൽ പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് കാറ്റലിസിസ് എന്നാണ്. ഓക്കെ, എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ പൊട്ടാസ്യം ക്ലോറേറ്റ് നമ്മൾ സ്ട്രോങ്ലി ഹീറ്റ് ചെയ്താൽ അത് ഡീകമ്പോസ് ആവും. ഡീകമ്പോസ് ആയിട്ട് ഡയോക്സിജൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു ഡീകമ്പോസിഷൻ പ്രോസസ് അല്ലെങ്കിൽ ഹീറ്റിംഗ് പ്രോസസ്സ് നമ്മൾ നടത്തുന്നത് ടെമ്പറേച്ചർ റേഞ്ച് ഓഫ് 653 to 873 കെൽവിൻ ആ ഒരു റേഞ്ചിലാണ്. ഓക്കെ, അപ്പൊ ഈ ഡീകമ്പോസിഷൻ നടക്കുന്ന സമയത്ത് നമ്മളൊരു ലിറ്റിൽ എമൗണ്ട് ഓഫ് മാഗ്നീഷ്യം ഡയോക്സൈഡ് ആഡ് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡീകമ്പോസിഷൻ കുറഞ്ഞ ടെമ്പറേച്ചർ റേഞ്ചിൽ ഒക്കർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഈ ഒരു മാഗ്നീഷ്യം ഡയോക്സൈഡ്. അതായത് ഒരു 473 to 633 കെൽവിൻ റേഞ്ചിൽ ആ ഒരു പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഓൾസോ അറ്റ് ഒരു ബെറ്റർ ആയിട്ടുള്ള ആക്സിലറേറ്റഡ് റേറ്റിലായിരിക്കും ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ആഡ് ചെയ്ത ആ ഒരു മാഗ്നീഷ്യം ഡയോക്സൈഡിന്റെ എമൗണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ക്വാണ്ടിറ്റി എന്താണ്, അൺചേഞ്ച്ഡ് ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു മാസ് ആൻഡ് കമ്പോസിഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ആഡ് ചെയ്ത ആ ഒരു മാഗ്നീഷ്യം ഡയോക്സൈഡ് ആണ് ഇവിടെ ആക്ച്വലി കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് ആണ്. അതായത് ഇതൊരു കെമിക്കൽ റിയാക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്ട്രാ ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഫോറിൻ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് കാറ്റലിസ്റ്റ് എന്ന് നമുക്ക് പറയാം. ഇനി കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റീനെ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബെറ്റർ ആക്കുന്ന സബ്സ്റ്റൻസ് ആണ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലോവർ ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് പോയിസൺ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹേബേഴ്സ് പ്രോസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് മാനുഫാക്ചറിങ് ഓഫ് അമോണിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഹേബേഴ്സ് പ്രോസസ് അല്ലെ. ഇവിടെ മൊളിബ്ഡിനം എന്ന് പറഞ്ഞ എലമെന്റ് ഒരു പ്രൊമോട്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഫോർ അയൺ. ഓക്കെ, ഇനി കാറ്റലിസിസ് നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ട് ടൈപ്പ് ഓഫ് കാറ്റലിസിസ് ആണുള്ളതെന്ന് പറഞ്ഞു അല്ലെ. ഫസ്റ്റ് വൺ വരുന്നത് ഹോമോജീനിയസ് കാറ്റലിസിസും ആൻഡ് സെക്കൻഡ് വൺ വരുന്നത് ഹെട്രോജീനിയസ് കാറ്റലിസിസും ആണ്. അതായത് റിയാക്ടൻസും നമ്മൾ ആഡ് ചെയ്യുന്ന കാറ്റലിസ്റ്റും സെയിം ഫേസിലാണെങ്കിൽ നമുക്ക് ആ ഒരു കാറ്റലിസിസ് റിയാക്ഷനെ ഹോമോജീനിയസ് കാറ്റലിസിസ് എന്ന് പറയാം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സൾഫർ ഡയോക്സൈഡ് ഓക്സിഡൈസ്ഡ് ആയിട്ട് സൾഫർ ട്രയോക്സൈഡ് ആവുന്ന ഒരു റിയാക്ഷൻ ആണ് when it reacts with dioxygen. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് നൈട്രജൻ ഓക്സൈഡ് കാറ്റലിസ്റ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മളിത് ഏത് പ്രോസസ്സിലാണ് ഇങ്ങനെ ചെയ്യുന്നത്, ലെഡ് ചേംബർ പ്രോസസ്സിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ റിയാക്ടൻസും സൾഫർ ഡയോക്സൈഡും ഓക്സിജനും കാറ്റലിസ്റ്റും എല്ലാം തന്നെ എന്താണ്, ഒരേ ഫേസിലാണ്. അതായത് ഇതെല്ലാം തന്നെ ഗേഷ്യസ് ഫേസിലാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈഡ്രോളിസിസ് ഓഫ് മീഥൈൽ അസിറ്റേറ്റ്. ഇതിനെ കാറ്റലൈസ് ചെയ്യുന്നത് H+ അയോൺസ് ആണ് which is furnished by hydrochloric acid. ഓക്കെ, അപ്പൊ ഇവിടെ റിയാക്ടൻസും കാറ്റലിസ്റ്റും എന്താണ്, ഇവിടെ സെയിം ഫേസിൽ തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി തേർഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷുഗറിന്റെ ഹൈഡ്രോളിസിസ്, അതിനെ കാറ്റലിസ്റ്റ് ചെയ്യുന്നത് H+ അയോൺസ് ആണ് which is furnished by sulfuric acid. ഇവിടെ റിയാക്ടൻസും കാറ്റലിസ്റ്റും സെയിം ഫേസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഹെട്രോജീനിയസ് കാറ്റലിസിസ് ആണ്.
ഇവിടെ ഈ ഒരു കാറ്റലിസ്റ്റിക് പ്രോസസ്സിൽ റിയാക്ടൻസും കാറ്റലിസ്റ്റും ഡിഫറെൻറ്റ് ഫേസിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൾഫർ ഡയോക്സൈഡ് ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്തിട്ട് സൾഫർ ട്രയോക്സൈഡ് ആവുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം. ഓക്കെ, അപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ റിയാക്ടൻസ് എന്താണ്? റിയാക്ടന്റ് സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഇവിടെ ഗേഷ്യസ് ഫേസിലാണ്. പക്ഷെ നമ്മുടെ കാറ്റലിസ്റ്റ് പ്ലാറ്റിനം ഏത് ഫേസിലാണ്? സോളിഡ് സ്റ്റേറ്റിലാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ രണ്ടും എന്താണ്? രണ്ട് ഫേസിലാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോമ്പിനേഷൻ ബിറ്റ്വീൻ ഡൈനൈട്രജൻ ആൻഡ് ഡൈഹൈഡ്രജൻ. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് അമോണിയയാണ്, അല്ലെ? ഹേബേഴ്സ് പ്രോസസ് ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഏതാണ്? അയൺ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ റിയാക്ടൻസ് രണ്ടും ഗേഷ്യസ് ഫേസിലാണ്. പക്ഷെ ഇവിടെ കാറ്റലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഫേസിലാണ്? സോളിഡ് ഫേസിലാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ അമോണിയയുടെ ഓക്സിഡേഷൻ ആണ് ഇൻടു നൈട്രിക് ഓക്സൈഡ് ഇൻ ദി പ്രസൻസ് ഓഫ് പ്ലാറ്റിനം ഗേസ്. ഇവിടെയും അത് റിയാക്ടൻസ് ഗേഷ്യസ് ഫേസിൽ, പക്ഷെ കാറ്റലിസ്റ്റ് സോളിഡ് സ്റ്റേറ്റിലാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് അനദർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഹൈഡ്രജനേഷൻ അണ്ടർഗോ ചെയ്യും, ഓക്കെ, ഇൻ ദി പ്രസൻസ് ഓഫ് നിക്കൽ കാറ്റലിസ്റ്റ്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന നിക്കൽ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലായിരിക്കും, വിച്ച് ഇസ് എ കാറ്റലിസ്റ്റ്. ആൻഡ് ഇവിടെ ഒരു റിയാക്ടന്റ് ലിക്വിഡ് സ്റ്റേറ്റിലും മറ്റേ റിയാക്ടന്റ് ഏത് സ്റ്റേറ്റിലാണ്? ഗേഷ്യസ് സ്റ്റേറ്റിലുമാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഡിഫറെന്റ് ഫേസസ് ആണ് ഈ ഒരു റിയാക്ഷനിൽ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അഡ്സോർപ്ഷൻ തിയറി ഓഫ് ഹെറ്ററോജീനിയസ് കാറ്റലിസിസ് നോക്കാം. ഇവിടെ ഈ ഒരു മെക്കാനിസത്തിൽ 5 സ്റ്റെപ്സ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നത് കാറ്റലിസ്റ്റ് സർഫസിലേക്ക് റിയാക്ടൻസ് ഡിഫ്യൂസ്ഡ് ആവുന്ന ആ ഒരു സ്റ്റെപ്പാണ്. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫ്രീ വാലൻസീസ് ഉള്ള കാറ്റലിസ്റ്റ് സർഫസിലേക്ക് റിയാക്റ്റീവ് മോളിക്യൂൾസ് ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നു. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ റിയാക്ടന്റ് മോളിക്യൂൾസ് കാറ്റലിസ്റ്റിന്റെ സർഫസിലേക്ക് അഡ്സോർപ്ഷൻ നടത്തുന്നു. ഓക്കെ, അതാണ് ഇവിടെ സിംബോളിക്കലി കാണിച്ചിരിക്കുന്നത്. ഇനി കാറ്റലിസ്റ്റിന്റെ സർഫസിൽ കെമിക്കൽ റിയാക്ഷൻ ഒക്കർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഇന്റർമീഡിയറ്റ് അവിടെ ഫോം ചെയ്തിട്ടാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. അതായത് റിയാക്ടൻസ് തമ്മിൽ എയും ബിയും തമ്മിൽ ഒരു ഇന്റർമീഡിയറ്റ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? പ്രൊഡക്ട്സ്, അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു റിയാക്ടിങ് പ്രൊഡക്ട്സ് എന്താണ്? ആ ഒരു കാറ്റലിസ്റ്റ് സർഫസിൽ നിന്ന് ഡീസോപ്ഷൻ നടത്തുന്നു. ഓക്കെ, അതായത് ആ ഒരു റിയാക്ഷനിൽ നിന്ന് ആ ഒരു പ്രോഡക്ട്സ് എന്താണ്? വേർതിരിയാണ് ചെയ്യുന്നത് ഫ്രം ദി കാറ്റലിസ്റ്റ് സർഫസ്. അപ്പൊ ഇങ്ങനെ വേർതിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാറ്റലിസ്റ്റ് സർഫസ് വീണ്ടും വേറൊരു കെമിക്കൽ റിയാക്ഷന് ഒക്കർ ചെയ്യാനായിട്ട് കാപ്പബിൾ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ വീണ്ടും ഫ്രീ വാലൻസി സ്പേസസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആ കാറ്റലിസ്റ്റ് സർഫസിൽ നിന്ന് റിയാക്ഷൻ പ്രോഡക്ട്സ് ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നു. അതാണ് ഇവിടെ ഫൈനലി കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് സോളിഡ് കാറ്റലിസ്റ്റ് നോക്കാം. അതിൽ ഫസ്റ്റ് ഫീച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വരുന്നത് ആക്ടിവിറ്റി ആണ്. അപ്പോൾ ഒരു കാറ്റലിസ്റ്റിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് കെമിസോപ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും എപ്പോഴും. ഒരു റിയാക്ടന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് സ്ട്രോങ്ങർ ആയിട്ട് കാറ്റലിസ്റ്റിലേക്ക് അഡ്സോർബ് ആയാൽ മാത്രമേ അത് ആക്റ്റീവ് ആവാനായിട്ട് സാധിക്കുള്ളൂ ആ ഒരു കാറ്റലിസ്റ്റിന്. ഓക്കെ, പക്ഷെ അങ്ങനെ സ്ട്രോങ്ങർ ആയിട്ട് അത് അഡ്സോർബ് ആവുമ്പോഴും അത് റിയാക്ടൻസിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് എമൗണ്ട് ഓഫ് സ്പേസ് ലീവ് ചെയ്യണം. അതായത് കാറ്റലിസ്റ്റ് സർഫസിലേക്ക് റിയാക്ടൻസിന് അഡ്സോർബ് ആവാനുള്ള ആ ഒരു സ്പേസ് ലെഫ്റ്റ് ഔട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു അബ്സോർപ്ഷൻ നടക്കാനായിട്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈഡ്രജനേഷൻ റിയാക്ഷന് ആ ഒരു കാറ്റലിറ്റിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഗ്രൂപ്പ് 5 നിന്ന് ഗ്രൂപ്പ് 11 മെറ്റൽസ് വരെ ഇൻക്രീസ് ആവും. ഓക്കെ, ആൻഡ് മാക്സിമം ആക്ടിവിറ്റി എക്സിബിറ്റ് ചെയ്യുന്നത് 7 to 9 എലമെന്റ്സ് ഗ്രൂപ്പ്സിലാണ് പീരിയോഡിക് ടേബിൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫീച്ചർ വരുന്നത് സെലക്ടിവിറ്റി ആണ്. ഒരു കാറ്റലിസ്റ്റിന്റെ സെലക്ടിവിറ്റി എന്താന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കാറ്റലിസ്റ്റിന്റെ സെലക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ സെലക്റ്റീവ്ലി ഈൽഡ് ചെയ്യാനുള്ള എബിലിറ്റി, എന്നിട്ട് ആ ഒരു റിയാക്ഷനെ ഡയറക്റ്റ് ചെയ്യുക. അതായത് ഒരു റിയാക്ഷനെ എങ്ങനെ നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്റ്റീവ്ലി ഈൽഡ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും, അതാണ് സെലക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുമ്പോഴത്തേക്കും ആ ഒരു റിയാക്ഷൻ കണ്ടീഷൻസിൽ നമുക്ക് പല പ്രൊഡക്ട്സ് പോസിബിൾ ആയിട്ട് വരും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റിനെ സെലക്റ്റീവ്ലി ആൻഡ് പോസിബിളി ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സെലക്ടിവിറ്റി ഫീച്ചർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു റിയാക്ടന്റ് നമ്മൾ പറയുകയാണെങ്കിൽ സെയിം റിയാക്ടൻസിന് ഡിഫറെൻറ്റ് കാറ്റലിസ്റ്റ് പോസിബിൾ ആണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാറ്റലിസ്റ്റിനെ വേണം നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു കാറ്റലിസ്റ്റിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഹൈലി സെലക്റ്റീവ് ഇൻ നേച്ചർ ആണെന്ന് നമുക്ക് പറയാം. ഒരു റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് വേറൊരു റിയാക്ഷനിൽ കാറ്റലിസ്റ്റ് ചെയ്യാനായിട്ട് ഫെയിൽ ചെയ്യാം. ഓക്കെ, അപ്പം സെലക്ടിവിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. നെക്സ്റ്റ് ടോപ്പിക്ക് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസിസ്. ഒരു കാറ്റലിസ്റ്റിക് റിയാക്ഷൻ ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും നമുക്ക് നോക്കാം. ഒരു കാറ്റലിസ്റ്റിന്റെ പോർ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ റിയാക്ടന്റ് മോളിക്യൂൾസിന്റെയും പ്രൊഡക്റ്റ് മോളിക്യൂൾസിന്റെയും സൈസിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാറ്റലിസ്റ്റിക് റിയാക്ഷനെ നമുക്ക് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസിസ് നമുക്ക് റെഫർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസിന്റെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ നമുക്ക് സിയോലൈറ്റ്സ് ആണെന്ന് പറയാം. എന്താന്ന് പറഞ്ഞാൽ ഈ സിയോലൈറ്റ്സിന് ഹണി കോംപ്ലക്സ് സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. അതെന്ന് പറയുന്നത് സിയോലൈറ്റ്സ് എന്ന് പറയുന്നത് മൈക്രോപോറസ് അലുമിനോ സിലിക്കേറ്റ്സ് വിത്ത് 3-dimensional നെറ്റ്വർക്ക് ഓഫ് സിലിക്കേറ്റ്സ് ആയിരിക്കും. ഇവിടെ സിലിക്കൺ ആറ്റംസ് അലൂമിനിയം ആറ്റംസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഫ്രെയിം വർക്ക് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി സിയോലൈറ്റ്സ് നമ്മൾ കൂടുതലും കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ ആയിരിക്കും. അതായത് ഹൈഡ്രോ കാർബൺസിനെയും ഐസോമറൈസേഷനെയും ഒക്കെ ക്രാക്കിംഗ് പ്രോസസ്സിലായിരിക്കും നമ്മൾ ഈ സിയോലൈറ്റ്സ് കാറ്റലിസ്റ്റ് ആയിട്ട് മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെട്രോളിയം ഇൻഡസ്ട്രിയിൽ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സിയോലൈറ്റ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ZSM5 ആണ്. ഇതെന്താണ് ആക്ച്വലി ചെയ്യുന്നത്? ഇത് ആൽക്കഹോളിനെ ഗ്യാസോലിൻ അല്ലെങ്കിൽ പെട്രോളിൽ ആയിട്ട് ഡയറക്ട്ലി കൺവേർട്ട് ചെയ്യുന്നു. എങ്ങനെയാണത്? ബൈ ഡീഹൈഡ്രേറ്റിംഗ് ദം ടു ഗീവ് എ മിക്സ്ചർ ഓഫ് ഹൈഡ്രോകാർബൺസ്. നെക്സ്റ്റ് നമുക്ക് എൻസൈം കാറ്റലിസിസ് എന്താന്ന് നോക്കാം. എൻസൈംസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള നൈട്രോജനസ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഈ എൻസൈംസ് മെയിൻലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിവിങ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ലിവിങ് ആനിമൽസ് ആയിരിക്കും. ഓക്കെ, ഇത് ആക്ച്വലി ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ്. ഇവർക്ക് ഹയർ ആയിട്ടുള്ള മോളിക്കുലർ മാസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് വാട്ടറിൽ കൊളോയിഡൽ സൊല്യൂഷൻസ് ഫോം ചെയ്യും എൻസൈംസ്. അപ്പോൾ ഈ എൻസൈംസ് എന്ന് പറയുന്നത് നമുക്കൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാറ്റലിസ്റ്റ് ആണ്. നമുക്കത് വേരിയസ് കെമിക്കൽ റിയാക്ഷൻസിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നാച്ചുറൽ പ്രോസസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം കെമിക്കൽ റിയാക്ഷൻസിൽ നമുക്ക് ഈ ഒരു എൻസൈം കാറ്റലിസ്റ്റ് പോസിബിൾ ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ആനിമൽസിന്റെ ബോഡീസിൽ അല്ലെങ്കിൽ പ്ലാന്റ് ബോഡീസിലൊക്കെ മെയിൻ ആയിട്ട് ഒക്കർ ചെയ്യുന്ന റിയാക്ഷൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ റിയാക്ഷൻസ് ഒക്കെ കൂടുതലും കാറ്റലൈസ് ചെയ്യപ്പെടുന്നത് ഈ ഒരു എൻസൈംസ് വെച്ചിട്ടായിരിക്കും. അപ്പം ഈ എൻസൈംസ് എന്ന് പറയുന്നത് ബയോകെമിക്കൽ കാറ്റലിസ്റ്റ് ആയിരിക്കും. അപ്പം ഇങ്ങനെ കാറ്റലൈസ് ചെയ്യപ്പെടുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഫിനോമിനനെ നമ്മൾ പറയുന്നത് ബയോകെമിക്കൽ എൻസൈം കാറ്റലിസിസ് എന്നായിരിക്കും. എക്സാമ്പിൾ നമുക്ക് നോക്കാം കുറച്ച്. കെയിൻ ഷുഗറിന്റെ ഇൻവേർഷൻ പ്രോസസ് എന്ന് പറയുന്ന ഒരു എൻസൈം കാറ്റലിസിസ് റിയാക്ഷൻ ആണ്. ഇവിടെ ഈ ഒരു ഇൻവെർട്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആണ് കെയിൻ ഷുഗറിനെ ഗ്ലൂക്കോസ് ആയിട്ടും ഫ്രക്ടോസ് ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻറ്റു ഈത്തൈൽ ആൽക്കഹോൾ ആണ്. ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ സൈമേസ് എൻസൈം ആണ് ഫോർ കൺവേർട്ടിംഗ് ഗ്ലൂക്കോസ് ഇൻറ്റു കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഈത്തൈൽ ആൽക്കഹോൾ. നെക്സ്റ്റ് കൺവേർഷൻ ഓഫ് സ്റ്റാർച്ച് ഇൻറ്റു മാൾട്ടോസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് ഡയാസ്റ്റേസ് എൻസൈം ആണ്. നെക്സ്റ്റ് കൺവേർഷൻ ഓഫ് മാൾട്ടോസ് ഇൻറ്റു ഗ്ലൂക്കോസിൽ യൂസ് ചെയ്യുന്നത് മാൾട്ടേസ് എൻസൈം ആണ്. ഇനി യൂറിയനെ അമോണിയം കാർബൺ ഡയോക്സൈഡുമായിട്ട് ഡീകമ്പോസ് ചെയ്യുന്നത് എൻസൈം ഏതാണ്? യൂറിയേസ് എൻസൈം ആണ് ഈ ഒരു റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഹ്യൂമൻ സ്റ്റൊമക്കില് പെപ്സിൻ എന്ന് പറഞ്ഞിട്ടൊരു എൻസൈം ഉണ്ട്. ഈ പെപ്സിൻ എൻസൈം എന്താണ് ചെയ്യുന്നത്? പ്രോട്ടീൻസിനെ പെപ്റ്റൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മുടെ ഇൻറ്റസ്റ്റൈനില് പാൻക്രിയാറ്റിക് ട്രിപ്സിൻ എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്. അത് പ്രോട്ടീൻസിനെ അമിനോ ആസിഡ്സ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി മിൽക്ക് കേർഡിലേക്ക് കൺവേർട്ട് ആവുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ റിയാക്ഷനെ
കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ് ലാക്ടോബാസിലൈ എൻസൈം. ഈ ഒരു എൻസൈം പ്രസന്റ് ആയിട്ടുള്ളത് കേർഡിലാണ്. ഓക്കെ, ഇനി എൻസൈം കാറ്റലിസിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇങ്ങനെ എൻസൈം വഴി കാറ്റലൈസ്ഡ് ആവുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഹൈലി എഫിഷ്യന്റ് ആയിരിക്കും, ഹൈലി സ്പെസിഫിക് നേച്ചർ ആയിരിക്കും അവർക്കുള്ളത്. ഒപ്റ്റിമം ടെമ്പറേച്ചർ റേഞ്ചിൽ അത് ഹൈലി ആക്റ്റീവ് ആയിരിക്കും ആൻഡ് ഓൾസോ അണ്ടർ ഒപ്റ്റിമം pH റേഞ്ചിലും അവർ ഹൈലി ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ ഒരു എൻസൈം കാറ്റലൈസ് ചെയ്യപ്പെടുന്ന റിയാക്ഷൻസിൽ ഇൻഹിബിറ്റേഴ്സും പോയിസന്റെയും ഇൻഫ്ലുവൻസ് കാണാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇവരുടെ ആക്ടിവിറ്റി ഇൻക്രീസ് ആവുന്നത് ആക്ടിവേറ്റേഴ്സിന്റെയും കോ എൻസൈംസിന്റെയും പ്രസൻസിലായിരിക്കും. ഓക്കെ, ഇനി ഇത് നമ്മൾ മുന്നേ കണ്ട ആ ഒരു എക്സാമ്പിളിന്റെ ആ ഒരു ടേബിൾ ഫോർമാറ്റ് ആണ്. ഇത് പഠിക്കാനായിട്ട് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, ഇൻവെർട്ടേഴ്സ് എന്ന് പറയുന്ന എൻസൈമിന്റെ സോഴ്സ് വരുന്നത് ഈസ്റ്റ് ആണ്. അത് സൂക്രോസിനെ ഗ്ലൂക്കോസ് ആയിട്ടും ഫ്രക്ടോസ് ആയിട്ടും കൺവേർട്ട് ചെയ്യുന്ന ഒരു എൻസൈമാറ്റിക് റിയാക്ഷൻ ആണ്. ഇനി സൈമേസിന്റെ സോഴ്സ് വരുന്നത് ഈസ്റ്റ് ആണ്. ഗ്ലൂക്കോസ് ടു ഈഥൈൽ ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡയോക്സൈഡ് കൺവേർഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. ദെൻ ഡയാസ്റ്റേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സോഴ്സ് വരുന്നത് മാൾട്ടോസ് ആണ്. അവിടെ സ്റ്റാർച്ച് ടു മാൾട്ടോസ് കൺവേർഷൻ ആണ് നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് മാൾട്ടേസ് എൻസൈമിന്റെ സോഴ്സ് ഈസ്റ്റ് ആണ്. മാൾട്ടോസ് ടു ഗ്ലൂക്കോസ് കൺവേർഷൻ ആയിരിക്കും ഈ ഒരു എൻസൈം കാറ്റലൈസ് ചെയ്യുന്നത്. ദെൻ യൂറിയേസ് എന്ന് പറയുന്നത് സോയാബീനിൽ നിന്നുള്ള ഒരു സോഴ്സ് ആണ്. അവിടെ യൂറിയ ടു അമോണിയ ആൻഡ് കാർബൺ ഡയോക്സൈഡ് കൺവേർഷൻ ആയിരിക്കും നടക്കുക. ദെൻ പെപ്സിൻ എന്ന് പറയുന്നത് അതിന്റെ സോഴ്സ് വരുന്നത് സ്റ്റൊമക്കിലാണ്. പ്രോട്ടീൻ ടു അമിനോ ആസിഡ് കൺവേർഷൻ ആയിരിക്കും ഈ ഒരു എൻസൈം കാറ്റലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് എൻസൈം കാറ്റലിസിന്റെ മെക്കാനിസം ആണ്. ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഓഫ് എൻസൈംസിൽ കുറെ അധികം ക്യാവിറ്റീസ് പ്രസന്റ് ആയിട്ടുണ്ട് അവരുടെ സർഫസിൽ. അപ്പൊ ഈ ഓരോ ക്യാവിറ്റിക്കും എന്താണ് ഒരു സ്പെസിഫിക് ഷേപ്പ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ഷേപ്പ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എന്നിട്ട് ഈ ക്യാവിറ്റീസിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പും പ്രസന്റ് ആയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ NH2COOH, SHOH, ഇതിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പും ആ ഒരു ക്യാവിറ്റിയിൽ പ്രസന്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ക്യാവിറ്റി എന്ന് പറയുന്നത് എന്താണ്? എൻസൈം പാർട്ടിക്കിളിന്റെ സർഫസിലുള്ള ആക്റ്റീവ് സെന്റേഴ്സ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഈ ആക്റ്റീവ് സെന്റേഴ്സ് അല്ലെങ്കിൽ ക്യാവിറ്റീസിലേക്ക് റിയാക്ടന്റ് മോളിക്യൂൾസ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ്സ് ഫിറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇതിന് ഈ നമ്മുടെ ക്യാവിറ്റിക്ക് കോംപ്ലിമെന്ററി ഷേപ്പ് വരുന്ന രീതിക്കുള്ള ഒരു റിയാക്ടന്റ് മോളിക്യൂൾ അവിടെ ഫിറ്റ് ചെയ്യപ്പെടുന്നു. നമ്മൾ ഒരു ലോക്കിലേക്ക് കീ ഇടുന്ന പോലെ ആ ഒരു റിയാക്ടന്റ് മോളിക്യൂൾ അവിടെ ഫിറ്റ് ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, അപ്പം ഒരു ആക്റ്റീവ് ഗ്രൂപ്പിന്റെ പ്രസൻസിലായിരിക്കും ഈ ഒരു ഫിറ്റിംഗ് ആക്ച്വലി നടക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ഫിറ്റിംഗ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യപ്പെടുന്നുണ്ട്. അത് പിന്നീട് ഡീകമ്പോസ് ആയിട്ട് നമുക്ക് പ്രൊഡക്ട്സ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ എൻസൈം കാറ്റലിസ്റ്റ് എന്ന് വിചാരിക്കുക. സബ്സ്ട്രേറ്റ് ഇതാണ്, സബ്സ്ട്രേറ്റിന്റെ കോംപ്ലിമെന്ററി ഷേപ്പ് വരുന്ന ഇതാണ് ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. അവിടേക്ക് ആ ഒരു എൻസൈം ഫിറ്റ് ചെയ്യപ്പെടുന്നു. എന്നിട്ട് ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ, പിന്നീട് ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എൻസൈം അവിടെ നിന്ന് ഡീറ്റാച്ച് ചെയ്യപ്പെടുന്നു. ആൻഡ് പിന്നീട് നമുക്ക് ആ ഒരു പ്രോഡക്ട്സ് അവിടെ ഇവോൾവ് ആവുകയാണ് ചെയ്യുന്നത് ഫൈനലി. അപ്പൊ ഇത് മെയിൻലി 2 സ്റ്റെപ്പിൽ നമുക്ക് പറയാം. ബൈൻഡിങ് ഓഫ് എൻസൈം ടു സബ്സ്ട്രേറ്റ് ടു ഫോം ആൻ ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ആൻഡ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ആ ഒരു ഫോം ചെയ്ത ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഡീകമ്പോസ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നു. അപ്പൊ ഇതാണ് എൻസൈം കാറ്റലിസിന്റെ മെക്കാനിസം വരുന്നത്. നെക്സ്റ്റ് നമുക്ക് കൊളോയിഡ്സ് എന്താന്ന് നോക്കാം. അപ്പൊ കൊളോയിഡ്സ് എന്ന് പറയുന്നത് ഒരു ഹെട്രോജീനിയസ് സിസ്റ്റം ആണ്. അവിടെ ഒരു സബ്സ്റ്റൻസ് ഡിസ്പേഴ്സ്ഡ് ഫേസിലായിരിക്കും, മറ്റൊരു സബ്സ്റ്റൻസ് ഡിസ്പേർഷൻ മീഡിയത്തിലായിരിക്കും. അപ്പൊ ഈ ഡിസ്പേർഷൻ മീഡിയത്തിൽ ഡിസ്പേഴ്സ്ഡ് ആയിട്ടായിരിക്കും മറ്റൊരു സബ്സ്റ്റൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു സൊല്യൂഷനും കൊളോയിഡും തമ്മിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് പറയുകയാണെങ്കിൽ അതിന്റെ പാർട്ടിക്കിൾ സൈസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സൊല്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അയോൺസ് ആയിരിക്കും അല്ലെങ്കിൽ സ്മോളർ ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിരിക്കും. വയലിൻ കൊളോയിഡിന്റെ കേസ് പറയുകയാണെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസിൽ മാക്രോമോളിക്യൂൾസ്, അതായത് സിംഗിൾ ആയിട്ടുള്ള മാക്രോമോളിക്യൂൾസ്, ഫോർ എക്സാമ്പിൾ പ്രോട്ടീൻ, സിന്തറ്റിക് പോളിമർ, ഇതൊക്കെ ആയിരിക്കും കൺസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആറ്റംസ്, അയോൺസ്, മോളിക്യൂൾസ്, ഇതിന്റെയൊക്കെ അഗ്രഗേറ്റ് ആയിരിക്കും കൊളോയിഡ്സിൽ വരുന്നത്. കൊളോയിഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് സിമ്പിൾ മോളിക്യൂൾസിനെക്കാട്ടും ലാർജർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും.
ഓക്കെ, അതായത് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന രീതിക്കുള്ള ലാർജർ മോളിക്യൂൾസ് ആയിരിക്കും കൊളോയിഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൊളോയിഡ് പാർട്ടിക്കിൾസിന്റെ സർഫസ് ഏരിയ പെർ യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് വലുതായിരിക്കും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് സ്മോളർ സൈസ് ആയതുകൊണ്ട്. ഇനി കൊളോയിഡ്സിനെ നമ്മൾ 3 ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ബേസിസ് വരുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം. ഓക്കെ, ഇപ്പൊ ഡിസ്പേഴ്സ്ഡ് ഫേസ് അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് മീഡിയം എന്ന് പറയുന്നത് സോളിഡ്, ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് ആയിരിക്കും. സോളിഡ് ആണ് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയം എങ്കിലും വരുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് കൊളോയിഡിനെ നമ്മൾ പറയുന്നത് സോളിഡ് സോൾ എന്നാണ്. എക്സാമ്പിൾ വരുന്നത് കളേർഡ് ഗ്ലാസസ്, ജെം സ്റ്റോൺസ് ഒക്കെയാണ് സോളിഡ് സോളിന്റെ എക്സാമ്പിൾ വരുന്നത്. ദെൻ സോൾ ടൈപ്പ് ഓഫ് കൊളോയിഡ് എന്ന് പറയുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പെർഷൻ മീഡിയം ലിക്വിഡും ആകുമ്പോഴാണ്. അതിന്റെ എക്സാമ്പിൾ വരുന്നത് പെയിന്റ്, സെൽ ഫ്ലൂയിഡ്സ് ഒക്കെയാണ്. ദെൻ എയ്റോസെൽ എന്ന് പറയുന്ന കൊളോയിഡ് എന്തിനെയാണ് റെഫർ ചെയ്യുന്നത്? ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പെർഷൻ മീഡിയം ഗ്യാസും ആവുമ്പോഴാണ് നമ്മൾ എയ്റോസെൽ എന്ന് പറയുന്നത്. ദെൻ അവിടെ എക്സാമ്പിൾ എന്താണ് വരുന്നത്? സ്മോക്ക്, ഡസ്റ്റ് ഇതൊക്കെയാണ് വരുന്നത്. ദെൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും മീഡിയം സോളിഡും ആകുമ്പോഴത്തേക്കും ആ ഒരു കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ജെല്ലായിട്ടാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ചീസ്, ബട്ടർ, ജെല്ലീസ് ഒക്കെ. ദെൻ എമൽഷൻ ടൈപ്പ് ഓഫ് കൊളോയിഡ് എന്ന് പറയുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പെർഷൻ മീഡിയം രണ്ടും ലിക്വിഡ് ആവുന്ന കണ്ടീഷനിലാണ്. എക്സാമ്പിൾ മിൽക്ക്, ഹെയർ ക്രീം ഒക്കെയാണ് വരുന്നത്. ദെൻ അനദർ ടൈപ്പ് ഓഫ് എയ്റോസൽ കൊളോയിഡ് എന്ന് പറയുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ഡിസ്പെർഷൻ മീഡിയം ഗ്യാസും ആവുന്ന കേസാണ്. എക്സാമ്പിൾ വരുന്നത് ഫോഗ്, മിസ്റ്റ്, ക്ലൗഡ്, ഇൻസെക്ടിസൈഡ് സ്പ്രേസ് ഒക്കെയാണ്. ദെൻ സോളിഡ് സോൾ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് കൊളോയിഡ് വരുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസും ഡിസ്പെർഷൻ മീഡിയം സോളിഡും ആകുമ്പോഴാണ്. ഇവിടെ എക്സാമ്പിൾ വരുന്നത് പ്യൂമിക്സോൺ, ഫോം റബ്ബർ ഒക്കെയാണ് വരുന്നത്. ദെൻ ഫോം ടൈപ്പ് ഓഫ് കൊളോയിഡ് വരുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസും ഡിസ്പെർഷൻ മീഡിയം ലിക്വിഡും ആകുമ്പോഴാണ്. ഇവിടെ എക്സാമ്പിൾ ഫ്രോത്ത്, വിപ്പിംഗ് ക്രീം, സോപ്പ് ലാദർ ഒക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടേബിള് ഓർത്തിരുന്നാൽ നമുക്ക് ഈ എക്സാമ്പിൾ ഈസിയർ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ on the basis of nature of interaction between dispersed phase and dispersion medium ആണ്. ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ലയോഫിലിക് കൊളോയിഡ്സും ലയോഫോബിക് കൊളോയിഡ്സും. ലയോഫിലിക് എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം വരുന്നത് എന്താണ്? ലിക്വിഡ് ലവിങ് എന്നാണ് ഇതിന്റെ മീനിങ് വരുന്നത് ലയോഫിലിക്കിന്റെ. ഓക്കെ, അപ്പോൾ colloidal salts which are directly formed by mixing substances like gum, gelatin, starch, rubber with a suitable liquid. അങ്ങനെയുള്ള കൊളോയിഡൽ സോൾസിനെയാണ് നമ്മൾ ലയോഫിലിക് സോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ലയോഫിലിക് കൊളോയിഡ്സിന്റെ അല്ലെങ്കിൽ ലയോഫിലിക് സോൾസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസിൽ നിന്ന് ഡിസ്പെർഷൻ മീഡിയം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സോളിനെ റീകൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും ബൈ സിംപ്ലി റീമിക്സിംഗ് വിത്ത് ഡിസ്പെർഷൻ മീഡിയം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലയോഫിലിക് സോളിനെ റിവേഴ്സിബിൾ സോൾ എന്നും റെഫർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ലയോഫിലിക് കൊളോയിഡ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്. അതിനെ നമുക്ക് ഈസിയർ ആയിട്ട് കൊയാഗുലേറ്റ് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല. ഓക്കെ, ഇനി ലയോഫോബിക് കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഹേറ്റിംഗ് എന്നാണ് ഈ ഒരു ലയോഫോബിക്കിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, ഇപ്പൊ മെറ്റൽ സൾഫൈഡ്സ് ഇങ്ങനെയുള്ള സബ്സ്റ്റൻസസ് ഒക്കെ സിംപ്ലി നമ്മൾ ഡിസ്പെർഷൻ മീഡിയം വെച്ചിട്ട് മിക്സ് ചെയ്താൽ അതൊരിക്കലും ഒരു കൊളോയിഡൽ സോൾസ് ഫോം ചെയ്യില്ല. അപ്പൊ ഇങ്ങനെയുള്ള അതിന്റെയൊക്കെ കൊളോയിഡൽ സോൾസിനെ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ സ്പെഷ്യൽ മെത്തേഡ് വെച്ചിട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ സ്പെഷ്യൽ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കൊളോയിഡൽ സോൾസിനെയാണ് ലയോഫോബിക് സോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലയോഫോബിക് കൊളോയിഡ്സ് അല്ലെങ്കിൽ ലയോഫോബിക് സോൾസ് എന്ന് പറയുന്നത് റെഡിലി പ്രസിപ്പിറ്റേറ്റ് ആവും. നമ്മൾ സ്മോൾ എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ആഡ് ചെയ്താൽ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്താൽ ഷെയ്ക്ക് ചെയ്താൽ ഒക്കെ ഇത് ഈസിലി പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ കൊയാഗുലേറ്റ് ആയി പോകും. ഓക്കെ, അപ്പം ഒരു തവണ ഇത് പ്രസിപ്പിറ്റേറ്റ് ആയി കഴിഞ്ഞാൽ അത് ഒരിക്കലും വീണ്ടും കൊളോയിഡൽ സോളിനെ തിരിച്ച് നമുക്ക് തരില്ല, as in case of lyophilic colloids. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് സോൾസിനെ നമുക്ക് ഇറിവേഴ്സിബിൾ സോൾസ് എന്ന് പറയാം. ഇനി ഈ ഒരു ലയോഫോബിക് സോൾസിന് സ്റ്റെബിലൈസിങ് ആയിട്ടുള്ള ഏജൻസ് ആഡ് ചെയ്താൽ മാത്രമേ അത് പ്രിസർവ്ഡ് ആയിട്ടുള്ള എക്സിസ്റ്റ് ചെയ്യുള്ളൂ.
ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണ്. ഇവിടെ 3 ടൈപ്പാണ് വരുന്നത്: മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ്, മാക്രോ മോളിക്കുലാർ കൊളോയിഡ്സ്, അസോസിയേറ്റഡ് കൊളോയിഡ്സ്. അപ്പൊ മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ് എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. ഡിസൊല്യൂഷൻ ആയി കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ സ്മോളർ മോളിക്യൂൾസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇവര് അഗ്രിഗേറ്റ് ചെയ്യും. ഓക്കെ, അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരു സ്പീഷീസ് ഫോം ചെയ്യും. അപ്പൊ അങ്ങനെ ഫോം ചെയ്യുന്ന സ്പീഷീസിന് എന്ന് പറയുന്നത് അതിന്റെ കൊളോയിഡൽ റേഞ്ച് സൈസ് വരുന്നത് 1 to 1000 നാനോമീറ്റർ റേഞ്ചിലുള്ള സ്പീഷീസ് ആയിരിക്കും ഇവര് അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഫോം ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്സ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോൾഡ് സോൾ. ഓക്കെ, ഗോൾഡ് സോളില് വേരിയസ് സൈസുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതുപോലെ തന്നെ സൾഫർ സോളിൽ മെയിൻ ആയിട്ട് വരുന്ന പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് സൾഫർ S8 മോളിക്യൂൾസ് ആയിരിക്കും. ഇനി മാക്രോ മോളിക്കുലാറിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെ മാക്രോ മോളിക്യൂൾസിന്റെ റേഞ്ച് വരുന്നത് കൊളോയിഡൽ റേഞ്ച് തന്നെയാണ്. ഇവര് സ്റ്റേബിൾ ആയിരിക്കും ആൻഡ് ഓൾസോ ട്രൂ സൊല്യൂഷൻസിനെ അവര് റിസംബിൾ ചെയ്യുന്നുണ്ടാവും. പിന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെന്റ്സിലായിരിക്കും ഈ ഒരു മാക്രോ മോളിക്യൂൾസ് സൊല്യൂഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാച്ചുറലി ഒക്കറിങ് മാക്രോ മോളിക്യൂൾസിന്റെ എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച്, സെല്ലുലോസ്, പ്രോട്ടീൻസ്, എൻസൈംസ് ഇതൊക്കെ. ഇനി മാൻമെയ്ഡ് മാക്രോ മോളിക്യൂൾസിന്റെ എക്സാമ്പിൾ വരുന്നത് നൈലോൺ, പോളിസ്റ്റൈറിൻ, പോളിത്തീൻ, സിന്തറ്റിക് റബ്ബർ ഇതൊക്കെയാണ്. ദെൻ നെക്സ്റ്റ് ഇവരുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. അതിന്റെ വേറൊരു പേരാണ് മിസൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവരുടെ കോൺസെൻട്രേഷൻ, ഈ ഒരു ടൈപ്പ് ഓഫ് മിസൽ സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ലോ ആയിരിക്കും. ഇതൊരു നോർമലി സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ പോലെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അറ്റ് ലോ കോൺസെൻട്രേഷന്റെ ടൈമിൽ. പക്ഷെ ഇവരുടെ കോൺസെൻട്രേഷൻ ഹയർ ആണെങ്കിൽ അവര് കൊളോയിഡൽ ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യും ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് അഗ്രിഗേറ്റ്സ്. അപ്പം ഈ അഗ്രിഗേറ്റഡ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ മിസൽസ് എന്ന് റെഫർ ചെയ്യുന്നത്. ഓൾസോ ഇതിനെ നമുക്ക് അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്നും റെഫർ ചെയ്യാം. ഓക്കെ, ഇനി ഈ ഒരു മിസൽ ഫോർമേഷൻ ടേക്ക് പാർട്ട് ചെയ്യുന്നത് കുറച്ച് കണ്ടീഷൻസിലാണ്. അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലായിരിക്കും ഈ ഒരു ഫോർമേഷൻ നടക്കുന്നത്, വിച്ച് ഈസ് കോൾഡ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. ആൻഡ് ഓൾസോ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ എബവ് ആയിരിക്കും ഈ ഒരു മിസൽ ഫോർമേഷൻ നടക്കുന്നത്. ആ ഒരു കോൺസെൻട്രേഷൻ നമ്മൾ പറയുന്നത് ക്രിട്ടിക്കൽ മിസൽ കോൺസെൻട്രേഷൻ എന്നാണ്. ഓക്കെ, ഇനി ഇത് ഡൈലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അസോസിയേറ്റഡ് കൊളോയിഡ്സ് അല്ലെങ്കിൽ മിസൽസ് ഇൻഡിവിജ്വൽ അയേൺസ് ആയിട്ട് റിവേർട്ട് ബാക്ക് ചെയ്യും. ഓക്കെ, ഇനി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോപ്പ്, സിന്തറ്റിക് ഡിറ്റർജന്റ് ഇതൊക്കെയാണ് മിസൽ ഫോർമേഷൻ എക്സാമ്പിൾ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ് നോക്കാം. 4 പ്രോപ്പർട്ടീസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നത് ടിൻഡൽ ഇഫക്റ്റ് ആണ്. ഓക്കെ, നമ്മളൊരു ബീം ഓഫ് ലൈറ്റ് ഒരു പാർട്ടിക്കിളിലേക്ക് കാണിച്ചാൽ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിക്കിളിലേക്ക് ഡയറക്റ്റ് ചെയ്താൽ ആ ഒരു ബീം ഓഫ് ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ, ഈ ഒരു സ്കാറ്ററിംഗ് പ്രോസസ്സിനാണ് നമ്മൾ ടിൻഡൽ ഇഫക്റ്റ് എന്ന് മെയിൻ ആയിട്ട് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ കൊളോയിഡൽ സൊല്യൂഷൻസും ഈ ഒരു ടിൻഡൽ ഇഫക്റ്റ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്കൊരു സൊല്യൂഷൻ കിട്ടിയാൽ അത് കൊളോയിഡൽ സൊല്യൂഷൻ ആണോ എന്ന് വെരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ടിൻഡൽ ഇഫക്റ്റ് വെച്ചിട്ട് പോസിബിൾ ആണ്. ഇനി ആ ഒരു നമ്മൾ സ്കാറ്റർ ചെയ്യപ്പെടുന്ന ആ ഒരു ലൈറ്റിന്റെ ഇന്റൻസിറ്റി മെയിൻ ആയിട്ട് 2 ഫാക്ടറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്: കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ ഡെൻസിറ്റിനെയും അതുപോലെ തന്നെ ഇൻസിഡന്റ് ലൈറ്റിന്റെ ഫ്രീക്വൻസിനെയും. ഓക്കെ, നമുക്ക് ഒരു ട്രൂ സൊല്യൂഷനെയും കൊളോയിഡൽ സൊല്യൂഷനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് ടിൻഡൽ ഇഫക്റ്റ് വെച്ചിട്ട് പോസിബിൾ ആണ്. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി വരുന്നത് ബ്രൗണിയൻ മൂവ്മെന്റ് ആണ്. നമ്മളൊരു കൊളോയിഡൽ സൊല്യൂഷനെ മൈക്രോസ്കോപ്പിൽ വ്യൂ ചെയ്താൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് സിക്സാഗ് മോഷനിലാണ് മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സിക്സാഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മോഷനിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു ബ്രൗണിയൻ മൂവ്മെന്റ് അല്ലെങ്കിൽ ബ്രൗണിയൻ മോഷൻ ഫസ്റ്റ് ഒബ്സർവ് ചെയ്ത ഒരു സയന്റിസ്റ്റിന്റെ പേരാണ് റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു മോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റിന് നമ്മൾ ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന പേര് കൊടുത്തത്. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് നേച്ചർ ഓഫ് കൊളോയിഡലിന് ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സിനാണ്? ആ ഒരു പാർട്ടിക്കിൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും, ആസ് വെൽ ആസ് വിസ്കോസിറ്റി ഓഫ് സൊല്യൂഷനെയും ഈ ഒരു ബ്രൗണിയൻ മൂവ്മെന്റ് ഡിപ്പെൻഡ് ചെയ്യും. പാർട്ടിക്കിൾ സൈസ് സ്മോളർ ആണ് അതുപോലെ തന്നെ വിസ്കോസിറ്റിയും കുറവാണെങ്കിൽ
ബ്രൗണിയൻ മോഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റർ ആയിരിക്കും. ഓക്കെ, ഇതാണ് അതിന്റെ ഡിപ്പെൻഡൻസി വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ബ്രൗണിയൻ മൂവ്മെന്റ് ഒക്കർ ചെയ്യുന്നത്? പാർട്ടിക്കിൾസിന്റെ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ബൊംബാർഡ്മെന്റ് കാരണമാണ് ഈ ഒരു ബ്രൗണിയൻ മൂവ്മെന്റ് ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ബ്രൗണിയൻ മൂവ്മെന്റിന് സ്റ്റിറിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണുള്ളത്. ഇതൊരിക്കലും പാർട്ടിക്കിൾസിനെ സെറ്റിൽ ചെയ്യാനായിട്ട് അലൗ ചെയ്യില്ല. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി സ്റ്റെബിലിറ്റി ഓഫ് സോൾസ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി വരുന്നത് ഇലക്ട്രോഫോറസിസ് ആണ്. കൊളോയിഡൽ പാർട്ടിക്കിൾസിലുള്ള ചാർജിന്റെ എക്സിസ്റ്റൻസിനെ പ്രൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഇലക്ട്രോഫോറസിസ് പ്രോപ്പർട്ടി മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കൊളോയിഡൽ സൊല്യൂഷനിൽ 2 പ്ലാറ്റിനം ഇലക്ട്രോഡ്സിനെ ഡിപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് ഈ 2 പ്ലാറ്റിനം ഇലക്ട്രോഡ്സിനും അക്രോസ് ആയിട്ട് നമ്മൾ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൊടുക്കുന്നു അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? കൊളോയിഡൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഒരു ഇലക്ട്രോഡിൽ നിന്ന് മറ്റു ഇലക്ട്രോഡിലേക്ക് അല്ലെങ്കിൽ വൈസ് വേഴ്സ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ ഈ ഒരു മൂവ്മെന്റ് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് അണ്ടർ ആൻ അപ്ലൈഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. അപ്പൊ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ് കാഥോഡിലേക്ക് മൂവ് ചെയ്യും ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആനോഡിലേക്ക് മൂവ് ചെയ്യും. ഈ ഒരു പ്രോസസ്സ്, അതായത് മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസിനെ നമ്മൾ വേറെ ഏതെങ്കിലും മെത്തേഡ് വെച്ചിട്ട് പ്രിവെന്റ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഡിസ്പേർഷൻ മീഡിയം ഇലക്ട്രിക് ഫീൽഡിൽ മൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോ ഓസ്മോസിസ് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി വരുന്നത് കൊയാഗുലേഷൻ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയും. അപ്പൊ ലയോഫോബിക് സോൾസിന്റെ ആ ഒരു സ്റ്റെബിലിറ്റി എന്ത് കാരണമാണ്? കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ ചാർജിന്റെ പ്രസൻസ് കാരണമാണ് ഈ ഒരു സ്റ്റെബിലിറ്റി മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു ചാർജ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? പാർട്ടിക്കിൾസ് എല്ലാം ക്ലോസർ ആയിട്ട് വരാനായിട്ട് തുടങ്ങും. അങ്ങനെ ക്ലോസർ ആയി വന്ന് വന്ന് അവസാനം ഒരു ലാർജർ ആയിട്ടുള്ള ഒരു അഗ്രഗേറ്റ് അല്ലെങ്കിൽ കൊയാഗുലേറ്റ് അവിടെ ഫോം ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഫൈനലി ഇത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയുടെ അണ്ടറിൽ ഇത് സെറ്റിൽ ഡൗൺ ചെയ്യും ഈ പാർട്ടിക്കിൾസ് എല്ലാം. അപ്പം ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ പ്രോസസ് ഓഫ് സെറ്റിലിങ്ങിനെയാണ് നമ്മൾ കൊയാഗുലേഷൻ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ ഓഫ് സോൾ എന്ന് റെഫർ ചെയ്യുന്നത്. കൊയാഗുലേഷൻ ഓഫ് ലയോഫോബിക് സോൾസ് നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് ആണ് പറയുന്നത് ഇനി അടുത്തത്. ബൈ ഇലക്ട്രോഫോറസിസ്, ബൈ മിക്സിംഗ് 2 oppositely charged salts, by boiling, by persistent dialysis, by addition of electrolytes. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് എമൽഷൻസ് ആണ്. ലിക്വിഡ് കൊളോയിഡൽ സിസ്റ്റത്തിനാണ് നമ്മൾ എമൽഷൻ എന്ന് റെഫർ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു ലിക്വിഡില് നമ്മൾ ഫൈനലി ഡിവൈഡഡ് വേറൊരു ഡ്രോപ്ലെറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എമൽഷൻ എന്ന് പറയുന്നത്. മിക്സ്ചർ ഓഫ് 2 immiscible liquids അല്ലെങ്കിൽ പാർഷ്യലി മിസിബിൾ ലിക്വിഡ്സിനെ നമ്മൾ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോഴ്സ് ഡിസ്പേർഷൻ അവിടെ നടക്കും ഓഫ് 1 liquid in the other liquid. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു മിക്സ്ചറിനാണ് നമ്മൾ എമൽഷൻ എന്ന് പറയുന്നത്. മോസ്റ്റ്ലി എമൽഷനിൽ ഒരു ലിക്വിഡ് എപ്പോഴും വാട്ടർ ആയിരിക്കും. 2 ടൈപ്പ് ഓഫ് എമൽഷൻസ് ആണ് മെയിൻലി ഉള്ളത്. ഓയിൽ ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ ടൈപ്പ് എമൽഷനും സെക്കൻഡ് വരുന്നത് വാട്ടർ ഡിസ്പേഴ്സ്ഡ് ഇൻ ഓയിൽ ടൈപ്പ് എമൽഷനും. അപ്പോൾ ഫസ്റ്റ് കേസ് പറയുകയാണെങ്കിൽ അവിടെ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് എപ്പോഴും വാട്ടർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ മിൽക്ക്, വാനിഷിംഗ് ക്രീം ഒക്കെ ആയിരിക്കും വരുന്നത്. മിൽക്കിൽ ലിക്വിഡ് ഫാറ്റ് ആയിരിക്കും വാട്ടറിൽ ഡിസ്പേഴ്സ്ഡ് ആയിട്ടിരിക്കുന്നത്. ഇനി സെക്കൻഡ് കേസ് പറയണ, അതായത് വാട്ടർ ഡിസ്പേഴ്സ്ഡ് ഇൻ ഓയിൽ കേസ് പറയുകയാണെങ്കിൽ ഓയിൽ ആയിരിക്കും അവിടെ ഡിസ്പേർഷൻ മീഡിയം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ വരുന്നത് ബട്ടർ, ക്രീം, ഇതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. അപ്പൊ എമൽഷൻ ഓഫ് ഓയിൽ ഇൻ വാട്ടർ എന്ന് പറയുന്നത് ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള എമൽഷൻ ആണ്. ആൻഡ് ചില സമയത്ത് അത് 2 ലേയേഴ്സ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എമൽഷനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു തേർഡ് കമ്പോണന്റ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു എമൽസിഫൈങ് ഏജന്റിനെ നമ്മൾ അവിടെ ആഡ് ചെയ്യും. അപ്പൊ ഈ എമൽസിഫൈങ് ഏജന്റ് എന്താണ് ചെയ്യുന്നത്? ഒരു ഇന്റർഫേഷ്യൽ ആയിട്ടുള്ള ഒരു ഫിലിം അവിടെ ഫോം ചെയ്യും ബിറ്റ്വീൻ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ആൻഡ് മീഡിയം. അപ്പൊ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന, അതായത് ഓയിൽ ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ കേസിൽ യൂസ് ചെയ്യുന്ന എമൽസിഫൈങ് ഏജൻസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി പ്രോട്ടീൻസ്, ഗംസ്, നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് സോപ്സ് ഇതൊക്കെ ആയിരിക്കും.
ഇനി വാട്ടർ ഡിസ്പേഴ്സ്ഡ് ഇൻ ഓയിൽ ടൈപ്പ് എമൽഷനിലാണെങ്കിൽ യൂസ് ചെയ്യുന്ന എമൾസിഫയിങ് ഏജൻസ് എന്ന് പറയുന്നത് ഹെവി മെറ്റൽ സോൾട്സ് ഓഫ് ഫാറ്റി ആസിഡ്, ലോങ് ചെയിൻ ആൽക്കഹോൾ, ലാം ബ്ലാക്ക്, ഇതൊക്കെ ആയിരിക്കും. ഓക്കെ. അപ്പൊ എമൽഷനെ നമുക്ക് ഡൈലൂട്ട് ചെയ്യാനായിട്ട് എത്ര എമൗണ്ട് ഓഫ് ഡിസ്പേർഷൻ മീഡിയം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള ലിക്വിഡ് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സെപ്പറേറ്റ് ലെയർ അവിടെ ഫോം ചെയ്യും. ഓക്കെ. ഇനി എമൽഷനിലുള്ള ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ ലിക്വിഡ് എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മോസ്റ്റ്ലി ഇലക്ട്രോലൈറ്റ്സ് യൂസ് ചെയ്യാം. ഓൾസോ ഈ എമൽഷൻസ് ബ്രൗണിയൻ മൂവ്മെന്റും ടിൻഡൽ ഇഫക്റ്റും എല്ലാം തന്നെ എക്സിബിറ്റ് ചെയ്യും. ഈ എമൽഷനെ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്ന മെത്തേഡ്സ് ആണ് ഹീറ്റിംഗ്, ഫ്രീസിങ്, സെൻട്രിഫ്യൂഗിങ്, ഇതെല്ലാം. ഓക്കെ. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സർഫസ് കെമിസ്ട്രി ചാപ്റ്ററിലെ നമ്മുടെ ടോപ്പിക്സ്. താങ്ക് യു.